നമസ്കാരം. നമ്മൾ കുട്ടിക്കാലത്ത് ചിത്രകഥകളൊക്കെ വായിച്ചിട്ടില്ലേ? ചെറിയ കഥാപുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചിത്രകഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 8ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര. വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു ചിത്രകഥ എന്താണെന്ന് നമുക്ക് നോക്കാം. പടം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കഥ മനസ്സിലാവും. അതിലെ വാക്കുകളുടെ മീനിങ്ങും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഊപ്പർ ബഹുത്ത് ഊഞ്ചായി പർ, മുകളിൽ വളരെ ഉയരത്തിൽ, നീലെ ആകാശ് മേം, നീലാകാശത്തിൽ, ഏക് ഇന്ദ്രധനുഷ് രഹത്താത്ത, ഒരു ഇന്ദ്രധനുഷ് ജീവിച്ചിരുന്നു. ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മഴവില്ല്, ഒരു റെയിൻബോ ജീവിച്ചിരുന്നു. ഉസ്കാ നാം ഥ സപ്തം, അവൻ്റെ പേരായിരുന്നു സപ്തം എന്നത്. ഇനി കഥയിലേക്ക് കിടക്കാം. അവൻ എങ്ങനെയാണ് ധർത്തിയിലേക്ക് വന്നത്, ഇന്ദ്രധനുഷ് ഭൂമിയിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചിന്തിക്കുകയാണ്, ആകാശ് മേ രഹത്തെ രഹത്തെ മേം ഊബ് ഗയാ ഹൂം, ഞാൻ ആകാശത്ത് താമസിച്ച് ഞാൻ മടുത്തു. ഊബ് ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തു. ക്യോം ന ധർത്തി പർ ഹി ചലാ ജാവൂം, എന്തുകൊണ്ട് എനിക്ക് ഭൂമിയിലേക്ക് പൊയ്ക്കൂടാ? ആകാശത്തിരുന്ന് ഞാൻ മടുത്തു, എനിക്ക് എന്തുകൊണ്ട് ഭൂമിയിലേക്ക് പൊയ്ക്കൂടാ എന്ന് ആ ഇന്ദ്രധനുഷ് അല്ലെങ്കിൽ മഴവില്ല് ഒന്ന് ആലോചിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചു. സപ്തം ഏക്ക് സുന്ദർ സി ഘാട്ടി മേം ഉത്തർ ആയ, അവൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. നേരെ സപ്തമ ഒരു സുന്ദരമായ ഘാട്ടി എന്ന് പറഞ്ഞ താഴ്വര, ഒരു താഴ്വാരത്തേക്ക് ഇറങ്ങി. ദിൻഫർ വഹ് ഘാട്ടി മേം ഘൂംതാ രഹ, അവൻ പകൽ മുഴുവൻ, ദിൻഫർ ദിവസം മുഴുവൻ, വഹ് ഘാട്ടി അല്ലെങ്കിൽ താഴ്വരയിൽ, ഘൂംതാ രഹ ചുറ്റിക്കറങ്ങി. അന്ധേര ഹോന പർ, രാത്രിയായപ്പോഴോ, വഹ് ഏക്ക് ഘനെ പേട് കെ പാസ് പഹുഞ്ച, ഒരു വലിയ മരത്തിനടുത്തെത്തി. എന്നിട്ട് മരത്തിനോട് അവൻ ചോദിച്ചു, ക്യാ മേൻ തുമാരി ടഹനിയോം പർ ആരാം കർ സക്താ ഹൂം, ഞാൻ നിൻ്റെ ചില്ലകളിൽ, ടഹനിയം എന്ന് പറഞ്ഞാൽ ചില്ലകൾ, ആ ചില്ലകളിൽ വിശ്രമിച്ചോട്ടെ? മരം പറഞ്ഞു, തും മേരി ടഹനിയോം പർ നഹീ രഹ് സക്തേ, നീ എൻ്റെ ചില്ലകളിൽ താമസിക്കാൻ കഴിയില്ല, നിനക്കെൻ്റെ ചില്ലകളിൽ താമസിക്കാൻ കഴിയില്ല. യഹ് തുമാരേ ലിയേ സഹി ജഹ് നഹി, ഇത് നിനക്ക് പറ്റിയ ഒരു സ്ഥലമല്ല, നിനക്ക് യോജിച്ച അല്ലെങ്കിൽ പറ്റിയ ഒരു സ്ഥലമല്ല. ഥകാഹാര സപ്തം ആകെ ബെട, ക്ഷീണിച്ച് അവശനായ, കാരണം പകൽ മുഴുവൻ അവൻ അങ്ങനെ ചുറ്റിക്കറങ്ങിയല്ലേ, അപ്പോൾ ക്ഷീണിച്ച് അവശനായിട്ടുള്ള സപ്തം എന്ത് ചെയ്തു? വീണ്ടും മുന്നോട്ട് നടന്നു. ആകെ ബെട, മുന്നോട്ട് നടന്നു. വഹിയേക്ക് നിർച്ചർ കെ പാസ് പഹൂഞ്ച, ഒരു നിർച്ചർ അല്ലെങ്കിൽ ഒരു അരുവിയുടെ അടുത്ത് എത്തി. ആജ് കി രാത് മേ തുമാരെ പാനി മേം സോജാവൂ, അരുവിയോടവൻ ചോദിച്ചു, ഇന്നത്തെ രാത്രിയിൽ ഞാൻ നിൻ്റെ വെള്ളത്തിൽ കിടന്നൊന്ന് ഉറങ്ങിക്കോട്ടെ? മാഫ് കരോ ഭായി, എന്നോട് ക്ഷമിക്കൂ സഹോദര. കിസി ഝർണേ കെ പാനി മേം ഇന്ദ്രധനുഷ് കൈസേ രഹ് സക്തേ ഹേ, ഈ ഒരു അരുവിയിലെ ജലത്തിൽ മഴവില്ലിന് എങ്ങനെ ജീവിക്കാൻ കഴിയും, എങ്ങനെ ഇരിക്കാൻ കഴിയും? സപ്തം ഏക്ക് ലഡ്കെ കെ പാസ് ഗയ, അവൻ വീണ്ടും നടന്നു ഒരു കുട്ടിയുടെ അടുത്തെത്തി. ക്യാ മേൻ തുമാരെ ഘർ മേ ആരാം കർ സക്താ ഹൂം, ഞാൻ നിൻ്റെ വീട്ടിൽ കുറച്ചു നേരം വിശ്രമിച്ചോട്ടെ? ക്യോ നഹി, എന്തുകൊണ്ടില്ല? തും ജറൂർ യഹാം ആരാം കർ സക്തേ ഹോ, നിനക്ക് തീർച്ചയായും ഇവിടെ വിശ്രമിക്കാം. അബ് തോ മേര അപ്ന ഇന്ദ്രധനുഷ് ഹോഗ, അപ്പോൾ നീ എൻ്റെ സ്വന്തം മഴവില്ലാകുമല്ലോ. ചോമ്പടിക്ക് അന്ധകാർ മേ സപ്തം കെ സുന്ദർ രംഗ് ദിഖായി നഹി ദേ രഹേ ഥേ, അപ്പോൾ ചോമ്പടിക്കുള്ളിൽ കയറിയപ്പോൾ, ആ കുടിലിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അതിനകത്ത് ഇരുട്ടാണ്, അന്ധകാർ ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് ഈ സപ്തമിൻ്റെ സുന്ദരമായിട്ടുള്ള നിറങ്ങളൊന്നും കാണാൻ കഴിയില്ലായിരുന്നു. അപ്പോഴോ ബഹു ഉദാസ് ഹോഗേ, ഉദാസ് എന്ന് പറഞ്ഞാൽ ദുഃഖിതനായി, അവന് വളരെയധികം വിഷമം വന്നു. അവൻ കുട്ടിയോട് സംസാരിക്കുകയാണ്. കുട്ടി അവനോട് ചോദിച്ചു, തും അപ്പനെ ആകാശത്തെ ഫാക്യവുമായി, എന്തിനാണ് നീ ആകാശത്ത് നിന്ന് താഴേക്ക് ഓടി വന്നത്? യഹാം കെ പേട് പൗത്തേ, ഇവിടുത്തെ ചെടികളും വൃക്ഷങ്ങളും, നദികൾ, പഹാഡ് പർവ്വതങ്ങൾ, അവർ ഫൽ ഫൂൽ, ഇവിടുത്തെ പഴങ്ങളും പൂക്കളും, ആകാശത്തെ കിത്തനേ സുന്ദർ ദിഖായി ദേത്തി ഹേ, ആകാശത്ത് നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ്, സുന്ദരമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അഗലി സുബഹ്, പിറ്റേന്ന് രാവിലെ മഴവില്ല് ടാറ്റയൊക്കെ കൊടുത്ത് പോവാണ്. അപ്പനെ കർമ്മയും മുച്ചേ രഹ്നാ ദിയ, നിൻ്റെ വീട്ടിൽ താമസിക്കാൻ നീ എന്നെ അനുവദിച്ചല്ലോ, ബഹുത്ത് ശുക്രിയ, വളരെയധികം നന്ദിയുണ്ട്. അബ് മുझे വാപ്പസ് ജാനാ ഹെ, എനിക്കിപ്പോൾ തിരിച്ചു പോകണം. അങ്ങനെ ലഡ്കേനെ ഉസേ ദിദാദി, കുട്ടി അവന് യാത്രയയപ്പ് നൽകി, യാത്രയാക്കി ടാറ്റ കൊടുത്തു വിട്ടു. വർഷാക്കി ബൂന്ദ് ബർസനെ ലഗി, അപ്പോഴേക്കും മഴത്തുള്ളികൾ പൊഴിയാൻ തുടങ്ങി. പൂർവ്വമേ സൂര്യക്ക് കിരണയും ചൽക്കനെ ലഗി, പൂർവ്വദിക്കിൽ കിഴക്ക് സൂര്യകിരണങ്ങൾ തിളങ്ങുവാൻ തുടങ്ങി. സാത്ത് രംഗോംവാല ഇന്ദ്രധനുഷ് ചമക്നെ ലഗ, സൂര്യൻ്റെ വെയിലടിച്ചപ്പോഴേക്കും ആ 7 നിറമുള്ള മഴവില്ല് തിളങ്ങാൻ തുടങ്ങി. സപ്തം ഫിർസെ അപ്നാ ഘർ പഹൂഞ്ച് ഗയാ ഥ, സപ്തം വീണ്ടും തൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു മഴവില്ല് താഴേക്ക് വന്നാൽ എങ്ങനെയായിരിക്കുമെന്ന്
ഒന്ന് ഭാവനയിൽ കണ്ട് എഴുതിയ ഒരു ചിത്രകഥയാണിത്. ഇഷ്ടപ്പെട്ടല്ലോ?